എം.ടിയുടെ ഫോട്ടോ ഒരിക്കൽ മാത്രമേ പോസ്റ്റ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കുകയാണ് ഫോട്ടോഗ്രാഫറായ പി മുസ്തഫ. ഒട്ടനേകം ഓർമ്മകളുമായി അദ്ദേഹം സിതാരയിലെത്തി. പ്രിയപ്പെട്ട വാസുവേട്ടനെ അവസാനമായി കാണാൻ വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എം.ടിയുടെ ചിത്രങ്ങൾ ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അത്തരം ചില ചിത്രങ്ങൾ പകർത്തിയ ആളാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള പി മുസ്തഫ. അദ്ദേഹം കൂടെ ചേരുകയാണ്. അപ്പോൾ മറക്കാനാവാത്ത ഒരുപാട് ഫോട്ടോകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് ഏറ്റവും മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുന്നത്? നമ്മളൊരു 5 പേര് കൂടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അപ്പോൾ കോഴിക്കോടിൻ്റെ ലാൻഡ്മാർക്കുള്ള ഒരു പടം വേണം വാസുവേട്ടൻ്റെ ഒരു പടം അങ്ങനെ ഇല്ലല്ലോ കോഴിക്കോടിൻ്റെ ലാൻഡ്മാർക്കുകൾ. അപ്പോൾ എവിടെ വേണമെന്ന് ചോദിച്ചു എന്നോട്. നമ്മൾ കോഴിക്കോട് ബീച്ചല്ലേ നല്ലതെന്നാണ്. അന്ന് നടക്കുമായിരുന്നു, നന്നായിട്ട് നടക്കുമായിരുന്നു. ശരിക്കും മണൽത്തിട്ടൊക്കെ കയറാനും സ്റ്റെപ്പ് കയറാനൊക്കെ ഒന്ന് സഹായിക്കണം എന്നല്ലാതെ നടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തുണ്ട് അഭിജിത് കൊമാച്ചി കാർ ഇട്ട് വന്ന്, നല്ല ഫോട്ടോഗ്രാഫറാണ് അഭിജിത്. കാർ ഇട്ട് വന്ന് ഞങ്ങൾ അതിരാവിലെ ബീച്ചിൽ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ കടൽപ്പാലത്തിന് ചാരി നിൽക്കുന്ന ഫോട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേറെ ആർക്കും ഇല്ലാത്തൊരു പടമാണ്. പിന്നെ കോഴിക്കോടായിട്ട് ലയിച്ച് നിൽക്കുന്നത്, കോഴിക്കോടിനെ ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട്ടുകാരനല്ലെങ്കിലും കോഴിക്കോടായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജീവിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് എം.ടി പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് രാത്രിയിലും എപ്പോൾ വന്നാലും ആൾക്കാരുള്ളൊരു നഗരം, ഭക്ഷണം കിട്ടുന്നൊരു നഗരം, സ്നേഹിക്കുന്ന ആൾക്കാർ തമ്മിൽ സ്നേഹിക്കുന്ന നഗരം എന്നൊക്കെ പറഞ്ഞിട്ട് എം.ടി കോഴിക്കോടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യം. അപ്പോൾ അന്ന് എനിക്ക് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോസ് ചെയ്തു തന്നു എം.ടി. പോസ് ചെയ്യുക മീൻസ് അദ്ദേഹം അറിയാം, അദ്ദേഹം വലിയ സംവിധായകനാണ്, പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന കഥ എഴുതുക. അപ്പോൾ ഒരു ഇരുന്ന് തരാമെന്നല്ല, അങ്ങേർക്ക് അറിയാം ഒരു ഫോട്ടോഗ്രാഫർക്ക് എങ്ങനെ വേണമെന്നുള്ളത്, നമ്മളെക്കാളേറെ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളതാണ്.